മാറും. അല്ലെങ്കിൽ പറഞ്ഞ അനർത്ഥങ്ങളൊക്കെ ഇല്ലാതാകും, അർത്ഥങ്ങൾ മാത്രമാകും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹൃദയശുദ്ധി ഉണ്ടാകും. മുമ്പേ പറഞ്ഞതാണ്, എങ്കിലും കുഴപ്പമില്ല, പറഞ്ഞു. മനഃശുദ്ധി, ഹൃദയശുദ്ധി എല്ലാം സെയിം ആയിട്ട് വരും. ഓക്കെ, അടുത്തത്. ഹരേ കൃഷ്ണ. ഏകാഗ്രത, കോൺസെൻട്രേഷൻ. ഓക്കെ, ഫൈൻ. എനിക്കിഞ്ഞ ഏകാന്തത എന്ന് ഞാൻ വിചാരിച്ചെന്താ ഒറ്റയായി പോകും. ഓക്കെ, അപ്പം നിങ്ങളുടെ സംശയങ്ങൾ ഇതൊക്കെയാണ്. ശരിയാണ്, ആൻസറും പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മൾ വാസ്തവത്തിൽ നാമം ജപിക്കുമ്പോൾ പിന്നെന്താ നമുക്കൊന്നും എന്താ ഗുണമാകാത്തേ? വ്യക്തമായിട്ട് ജപിക്കാത്തതുകൊണ്ടാണ്. വേറെന്താണ് പ്രശ്നം? നമ്മളൊക്കെ നാമം ജപിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ. ഇവിടൊക്കെ ചില ചവിട്ടിപ്പിടുത്തം, അപരാധങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമാകാം. പക്ഷെ മെയിൻ കുഴപ്പം എന്തായിരിക്കാം? നമ്മളെ പുറകോട്ട് വലിക്കുന്നത് ആഗ്രഹങ്ങള്, പിന്നെ കാമക്രോധാദികൾ. ഇതിന്റെ എല്ലാം കൂടെ ചേർത്തൊരു സാധനമുണ്ട്. എന്താണ്? കേട്ടില്ല. വിശ്വാസം കുറവാണ്. ഇതിന്റെ എല്ലാം കൂടെ ചേർന്നൊരു സാധനമുണ്ട്. ഒരൊറ്റ പേര് നിർത്താം. ഈ വിശ്വാസക്കുറവും കാമക്രോധ ലോഭ മോഹാദികളും എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ പേര് കാച്ച. യെസ്, കറക്റ്റ്. മാതാജി കൈയടിവ. മായയാണ് കാര്യം. അപ്പം മായയിൽ നിന്ന് നമുക്ക് മുക്തമാകണം. അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. എന്താണ്? മായയിൽ നിന്ന് മുക്തമാകണം. ഈ കൈയടിക്കാൻ എന്താ ഇത്ര വേണ്ട പ്രയാസം? എല്ലാവർക്കും നാമം ജപിച്ചപ്പോഴും എല്ലാവരും കൈയടിക്കുന്നതാണ്. ഈ കൈയടിക്കുന്നതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ വെറുതെ കൈയടിക്കല്ല. ബന്ധുക്കോസുകാർ കാണാമേ കൈയടിച്ച് പൊട്ടിക്കുന്നത്. എന്താ കാര്യം എന്നറിയാം? നമ്മുടെ ഈ കൈകളിൽ കുറേ രേഖകളുണ്ട്. ഇതിൽ ഭാഗ്യരേഖയുണ്ട്, ദൗർഭാഗ്യരേഖ. മീൻസ് കഷ്ടകാലങ്ങളുണ്ട്, നല്ല കാലങ്ങളുണ്ട്. ഈ കഷ്ടകാലങ്ങളുടെ രേഖ നമ്മളെ നാമം ജപിക്കുമ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചേക്കും. അത് വിടുകയില്ല, നമ്മളെ വിട്ട് പോവുകയില്ല. ഏത് കഷ്ടകാലം, മനസ്സിലായോ? അപ്പം നല്ല കാലം അവിടെ നിൽപ്പുണ്ട്, പക്ഷെ കഷ്ടകാലം കയറി മൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കൈ അടിക്കുകയാണെങ്കിൽ ഈ കഷ്ടകാലം ഓടിപ്പോവും, നെഗറ്റീവ് എനർജി പോകും, പോസിറ്റീവ് എനർജി വരും. യോഗക്കാരെല്ലാം പഠിപ്പിക്കുന്ന കൈ അടിക്കാൻ. എന്താ കാര്യം? കാരണം പോസിറ്റീവ് എനർജി കയറി വരും. നമ്മൾ നാമം ജപിക്കുമ്പോൾ അറിയാതെ കൈയടിക്കുന്നുണ്ടെങ്കിൽ ശരി, നിനക്ക് നാമജ എഫക്റ്റ് ആയി എന്നാണ് അർത്ഥം. ഇല്ല, എന്നിട്ടും പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നിന്റെ നെഗറ്റീവ് എനർജി പോവില്ല, പോസിറ്റീവ് എനർജി തന്നെ, പോസിറ്റീവ് എനർജി കിട്ടില്ല, നെഗറ്റീവ് എനർജി തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നല്ലതായിട്ട് കൈയടിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ കൈയടിക്കണം, ചുമ്മാ കൈയടിച്ചേക്കണം. ഓക്കെ, റൈറ്റ്. അപ്പം നാമം ജപിക്ക് കൃത്യമായിട്ട് കൈയടിക്കണം. ഇതുപോലുള്ള ആൻസർ ആരെങ്കിലും പറയാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേരണയിൽ അല്ലെങ്കിൽ ഭാവനയിൽ നമ്മൾ കൈയടിക്കും. ഓക്കെ, എങ്ങനെയായാലും നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഇനി വാസ്തവം പറഞ്ഞ് ഈ മായയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മായയിൽ നിന്ന് എങ്ങനെ മുക്തമാകാം? നാമം ജപിച്ചാൽ മതി. ശരിക്കും സൈമൾട്ടേനിയസ് ആണ് പോയിന്റ്സ്. നമ്മളിന്ന് മായയിൽ നിന്ന് മുക്തമാണ്, നാമം ജപിക്കണം. നാമം ജപിക്കാൻ മടിക്കുന്നത് ആരാണ്? മായയാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ്, ഇല്ലേ? ഇതിനിടെ നമ്മൾ മുക്തമാകുകയാണെങ്കിൽ, അഥവാ നമ്മൾ മായയിൽ നിന്ന് മുക്തമായാൽ, അഥവാ നമ്മൾ മായയിൽ നിന്ന് മുക്തമായി ആയാൽ ഗോളടിച്ച് മായയിൽ നിന്ന് മുക്തമായി. ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ. യെസ്, ഭക്തിയുത സേവനത്തിൽ വരും നമ്മൾ. വലിയ കാര്യമൊന്നുമില്ല. മായയിൽ നിന്ന് മുക്തമാകാൻ ഈ ഭക്തിയുത സേവനത്തെ നമ്മൾ പിടിച്ചു നിർത്തുന്ന സാധനമാണ് ഏത്? മായ. ആ മായയിൽ നിന്ന് മുക്തമായ ഭക്തിയുത സേവനത്തിൽ വരും. ഭക്തിയുത സേവനത്തിൽ വന്നാൽ എപ്പോഴും നാമം ജപിക്കും. അങ്ങനെ നാമം ജപിച്ചുകൊണ്ടേ ഇരുന്നാൽ അടുത്ത പ്രയോജനം മായ പോയി. അടുത്ത പ്രയോജനം നെക്സ്റ്റ് ഭാഗവത് കടാക്ഷം കിട്ടി, ഭക്തി കിട്ടി, ഒക്കെ ശരിയാണ്. ഏറ്റവും ബെസ്റ്റായ കാര്യം ആർക്കെങ്കിലും പറയാം, ഭഗവാന്റെ ധാമത്തിൽ പോകും. പക്ഷെ ഭഗവാന്റെ ധാമത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രോസസ് ഇല്ലേ? ബന്ധമൊക്കെ ശരിയാണ്, അതിന് മുമ്പ് ഒരു പ്രോസസ് ഇല്ലേ? പൂന്താനത്തിന്റെ കൂട്ട് പ്ലെയിനിൽ കയറി അങ്ങ് പോകാൻ പറ്റുമോ? ഹൃദയശുദ്ധി മരിക്കണ്ടേടേ, എന്നാലല്ലേ മേപ്പോട്ട് പോകൂ. യെസ്, മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ കഴിയും. ദാറ്റ്സ് ദ മെയിൻ പോയിന്റ്. അപ്പോൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർക്കുക. മായയിൽ നിന്ന് മുക്തമായാൽ ഭക്തിയുത സേവനത്തിൽ വരും. ഭക്തിയുത സേവനത്തിലായി കഴിഞ്ഞാൽ മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ കഴിയും. മരണസമയത്ത് ഭഗവാനെ ഓർത്താലോ ഭഗവത് ധാമത്തിൽ പോകാൻ കഴിയും. ഭഗവത് ധാമത്തിൽ പോകാൻ കഴിഞ്ഞാലോ തിരിച്ചിങ്ങോട്ട് വരണ്ട, പിന്നെ പുനർജന്മമില്ല. 5 പോയിന്റ് മനസ്സിലായോ? എന്തൊക്കെയാണ്? മായയിൽ നിന്ന് മുക്തമായാൽ ഭക്തിയുത സേവനത്തിൽ വരാം. ഭക്തിയുത സേവനത്തിൽ വന്നാൽ മരണസമയത്ത് ഭഗവാനെ ഓർക്കാം. മരണസമയത്ത് ഭഗവാനെ ഓർത്താൽ
ഭഗവത് ധാമത്തിലേക്ക് പോകാൻ കഴിയും. ഭഗവത് ധാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണ്ട, പുനർജന്മം വേണ്ട, പിന്നെ ജനിക്കേണ്ട, പിന്നെ സ്കൂളിൽ പോകണ്ട, ആരുടെയും ഭാര്യയാകണ്ട, ആരുടെയും ഭർത്താവാകണ്ട, ഒന്നും ചെയ്യണ്ട. റൈറ്റ്, സത്സംഗത്തിനും വരണ്ട, സന്തോഷമാകാം, ഭഗവത് ധാമത്തിലിരിക്കും. എങ്ങനെയുണ്ട്? 5 പോയിന്റ് മറക്കത്തില്ലല്ലോ. അപ്പോൾ ഈ 5 പോയിന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പം പറഞ്ഞ 5 പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 6-ാമതൊരു ശ്ലോകമുണ്ട്. ഏതാവാൻ സാംഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസ അന്തി നാരായണ സ്മൃതി. ഏതാവാൻ സാംഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസ അന്തി നാരായണ സ്മൃതി. ഏതൊരു വ്യക്തിയാണോ അവൻ്റെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ അവൻ ജീവിതത്തിൽ പരിപൂർണനാകണമെങ്കിൽ, അവൻ്റെ ജീവിതം സക്സസ് ആണെങ്കിൽ, ഒരു 50 ഏക്കർ നിലം വാങ്ങിച്ചു, അതിൽ ഞാനൊരു വലിയ കൊട്ടാരം പോലെ വീട് വെച്ചു, അല്ലെങ്കിൽ എനിക്ക് മെർസിഡീസ് കാറുണ്ട്, എൻ്റെ മക്കളെയല്ല ഞാൻ അവിടെ പറഞ്ഞയച്ചു ഇവിടെ പറഞ്ഞയച്ചു, ഇതൊന്നും ഒരു ബെനിഫിറ്റ് അല്ല. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഞാൻ വളരെ ലീഡറായിപ്പോയി, ഞാൻ മുഖ്യമന്ത്രിയായിട്ടാണ് മരിച്ചു, ഇതൊന്നും ഒരു നേട്ടമല്ല. കാരണം എന്താണ്? ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെന്താണ്? ആർക്കാണ് ഒരുവൻ്റെ, അതായത് ഏതാവാൻ സാംഖ്യയോഗാഭ്യം, അവൻ്റെ എല്ലാവിധ കാര്യങ്ങളും യോഗനിഷ്ഠകളൊക്കെ യോഗ എന്ന് വെച്ചാൽ അവൻ്റെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു. ഏതാവാൻ സാംഖ്യയോഗാഭ്യം സ്വധർമ്മ പരിനിഷ്ഠയ, അവൻ്റെ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു. സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസ, അവൻ്റെ ജന്മം കൊണ്ട് കിട്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അന്തേ നാരായണ സ്മൃതി. അവന് ഭഗവാനെ ലാസ്റ്റ് മൊമെൻറ്റും സ്മരിക്കാൻ കഴിഞ്ഞാൽ അവൻ വിജയിച്ചു. അങ്ങനെ സ്മരിക്കണമെങ്കിൽ എപ്പോഴും നാം ജയിക്കണം. മനസ്സിലായോ പോയിന്റ്? അപ്പം എപ്പോഴും നമുക്ക് ഭഗവാന്റെ സ്മരണ ഉണ്ടെങ്കിൽ മാത്രമേ അന്ത്യസമയത്ത് നമുക്ക് ഭഗവാനെ സ്മരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്? ഒരു കഥ പറയുന്നുണ്ട്. ഒരിടത്ത് ഒരു കച്ചവടക്കാരൻ, അയാൾ മരിക്കാൻ കിടക്കുകയാണ്. കുറേ കാലമായിട്ട് ഇപ്പം മരിക്കും എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഈ മരണസമയമായപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ആ കടയിൽ നിന്ന് കച്ചവടക്കാരനും എല്ലാവരും കൂടി നിൽക്കുക വട്ടത്തിൽ കൂടി. അപ്പോൾ ഈ കണ്ണ് പെട്ടെന്ന് തുറന്നു നോക്കിയിട്ട് ചോദിച്ചു, ആഹാ മാധവി, നീ വന്നല്ലോ, സന്തോഷമായി. പകര, നീയും വന്നല്ലോ, സന്തോഷമായി. കൊച്ചുഗോപാല, നിന്റെ കൊച്ചുമക്കളെല്ലാം വന്നിട്ടുണ്ടല്ലോ, സന്തോഷമായി. പെട്ടെന്നാണ് ആ കടക്കാരൻ ഈ മരിക്കാൻ കിടക്കുന്ന ആൾ കണ്ടത്. കടയിൽ എടുക്കുന്ന ചെറുക്കനുണ്ട്. എടാ നീയും വന്നോ? ആ, എല്ലാവരും വന്നിട്ടുണ്ട്. എടാ പിന്നെ കടയാരും നോക്കൂടാ. മരിച്ചു. എന്തോ മനസ്സിലായി? അന്തേ നാരായണ സ്മൃതി. മരണസമയത്ത് എന്താ ഓർത്ത്? കട ഇനി ആരും നോക്കുമെന്ന്. ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും ചിന്തകൾ. എൻ്റെ ബാങ്ക് ബാലൻസ് ആരുടെ ആയിരിക്കും, എൻ്റെ താക്കോൽ ഞാൻ ആരുടെ കൊടുക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് മരണസമയത്ത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജനിക്കും. 84 ലക്ഷം യോനികളിൽ വീണ്ടും